ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇപ്പോൾ എണീറ്റ് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനുള്ള ധൃതിയിലായിരിക്കില്ലേ. അപ്പോൾ ഞാനിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത്. പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് പാൻ കേക്ക്. അതായത് എഗ്ഗും മിൽക്കും ഒന്നും കഴിക്കാത്ത പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെയൊക്കെ റെഡിയാക്കി കൊടുത്താൽ അവർ ചിലപ്പം കഴിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. പിന്നെ ആദ്യമായിട്ട് മൈദ, പിന്നെ ഒരു എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. വേണ്ടവർക്ക് ഇഷ്ടാനുസരണം ഇടാം. ഞാൻ ഒരു എഗ്ഗ് എടുത്തിട്ടുള്ളൂ. പിന്നെ ബേക്കിംഗ് പൗഡർ, മിൽക്ക്, ഷുഗർ, വാനില എസൻസ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പാൻ കേക്ക് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആദ്യമായി നമ്മൾ എഗ്ഗ് പൊട്ടിച്ച് ഒഴിക്കണം. അതിലേക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്യാം. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഇത് നല്ലപോലെ മധുരം ആഡ് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് മൈദ ചേർക്കാം. ഷുഗർ ആഡ് ചെയ്യാം. മധുരം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മധുരം ചേർക്കാം. പിന്നെ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ വാനില എസൻസ് കുറച്ചേ ഒഴിക്കാവൂ. കൂടുതലായാലും അതിൻ്റെ ഒരു വല്ലാത്തൊരു ഫ്ലേവർ ആയിരിക്കും വരുന്നത്. ശകലം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പാൻ കേക്ക് റെഡിയാക്കുന്നത്. വേണ്ടവർക്ക് ബനാന ചേർക്കാം. ഞാനിവിടെ ബനാന ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ്, എന്താകുമെന്നറിയില്ല, എങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട്. ഞാനൊരു ശകലം മിൽക്ക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി തിക്കായിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ഈ മധുരമെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ശകലം ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് ലാസ്റ്റിൽ ചേർക്കാം. അപ്പോൾ ഞാൻ ശകലം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല ഇങ്ങനെയാണ് അതിൻ്റെ ബാറ്റർ ഇരിക്കേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ എന്തുണ്ടാക്കണമെന്ന് ആലോചിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ. എന്നും ദോശ, ഇഡ്ഡലി, പുട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കാതെ ഇടയ്ക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ച് എഗ്ഗും മിൽക്കും ഒന്നും കഴിക്കാത്ത കുട്ടികളാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അവർ കഴിക്കാൻ സാധ്യതയുണ്ട്. ഈ വാനില എസൻസിൻ്റെ ഫ്ലേവറും ഒക്കെ വരുമ്പോൾ അവർ ചിലപ്പം കഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതൊന്ന് റെഡിയാക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്കിത് ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതേ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഞാനത് വിട്ടുപോയി പറയാനായിട്ട്. ഏതെങ്കിലും ഒരു ഓയിൽ ചേർക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒലിവ് ഓയിലാണ് കേട്ടോ. ഒരു ശകലം ഒലിവ് ഓയിൽ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ഓരോ ചെറിയ ചെറിയ പാൻ കേക്ക് ഉണ്ടാക്കാം. ഞാൻ ഇത്രയും വെച്ചിട്ടാണ് ചെറിയ ചെറിയ പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് തിരിച്ചിടാം. നല്ലതായിട്ട് അടിഭാഗം നല്ലതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം.
അടുത്ത പാൻ കേക്ക് റെഡിയാക്കാം. ഇത് പരത്തൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൻ കേക്കാണ്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇങ്ങനെ ഓരോ പാൻ കേക്കും റെഡിയാക്കാം. അപ്പോഴത്തെ പാൻ കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കണമെന്നൊന്നും ആലോചിച്ച് നിൽക്കേണ്ട, ഒരു പാൻ കേക്ക് ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അവർക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നും. എഗ്ഗും മിൽക്കും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. Please like and subscribe.